ശുഭാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത റവയാണ്. റവ എടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നല്ലതുപോലെ അരച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യായാലും കുഴപ്പമില്ല. ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ആയതിന് ശേഷം നമുക്കിതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 1 പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ സവാള നല്ലതുപോലെ ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റോളം നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ പരുവത്തിലാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയെടുത്ത 2 ഉരുളക്കിഴങ്ങാണ്. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയ സൈസ് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് സമയമെടുക്കും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ മാവ് ഇച്ചിരി കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കേണ്ടൊന്നും ആവശ്യമില്ല. ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ചൂടായ അപ്പച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കറക്റ്റ്. കാരണം തീരെ കട്ടിയായി പോയാൽ പിന്നെ ഉള്ളൊക്കെ വെന്തെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇത് അടച്ചു വെച്ചൊന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റോളം തീ കുറച്ചിട്ട് ഞാൻ വേവിച്ചതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യ ഭാഗം കുക്ക് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും കുക്ക് ചെയ്തെടുക്കാം. ഇനി അടപ്പ് തുറന്നതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കാരണം ഉള്ളൊക്കെ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ബാക്കി മാവ് നമുക്കിതേപോലെ ഒഴിച്ചു കൊടുത്ത് ഓരോന്നോരോന്നുമായിട്ട് ചുട്ടെടുക്കാം. 1 തവി മാവായിരിക്കും കറക്റ്റായിട്ട് അളവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് വെന്തെടുക്കാൻ പ്രയാസമായിരിക്കും. ബാക്കി മാവും ഇതേപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ രാവിലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല. കറി ഇല്ലാതെ തന്നെയും ഇത് കഴിക്കാവുന്നതാണ്. അതേപോലെ ഏത് കറി കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.